അങ്ങനെ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട്. ഇനി വേണം മുടിയും വെട്ടിയത് കൊണ്ട് സ്കൂളിൽ പോയി. ടീച്ചർ ഇനി എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. ഇനി കാപ്പിയും കുടിച്ചിട്ട് സ്കൂളിൽ പോകാം. അപ്പോൾ ശരി, ഇനി സ്കൂളിൽ നിന്ന് വന്നിട്ട് മുടിയുടെ വിശേഷങ്ങൾ കാണാം. ബൈ. എത്തിയിട്ടുണ്ട് സ്കൂളിലെ മുടിയുടെ വിശേഷം പറയുകയാണെങ്കിൽ ടീച്ചറൊന്നും പറഞ്ഞില്ല. കണ്ടിട്ട് അതൊക്കെയാണ് വിശേഷം. സ്കൂളിലൊന്നും വൈബായിരുന്നു. നേരത്തെ വിട്ടു. എന്തോ പി ടി എ ടീച്ചർമാരെന്തോ പി ടി എ മീറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് ടീച്ചർമാരെ മീറ്റിംഗ് എന്തോ ആയതുകൊണ്ട് അതൊക്കെ കൊണ്ട് നേരത്തെ വിട്ടിട്ടുണ്ട്. ഇനി കുളിക്കണം, ട്യൂഷന് പോകണം. എങ്ങനെ വന്ന ലുക്കല്ലേ ഇത് പറയാം, അല്ലെങ്കിൽ കിട്ടില്ല തന്നെ. അതുകൊണ്ട് ഇനി കുളിച്ചു പോകുന്ന നേരെ ട്യൂഷൻ പോകണം. എങ്ങനെയുണ്ട് എൻ്റെ ലുക്കൊക്കെ കാണാൻ? വിഷയമല്ലേ? നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. അങ്ങനെ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ നിന്നിട്ടുണ്ട്. ട്യൂഷൻ ക്ലാസ്സിൽ നിന്നപ്പോഴാണ് ഉണ്ണിയപ്പവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ചോറും കഴിച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പം ഇന്നത്തെ വചനം കിട്ടിയെന്ന് പറഞ്ഞാൽ സങ്കീർത്തനം 44:26. ഉണർന്നു ഞങ്ങളുടെ സഹായത്തിന് വരേണമേ, അവിടുത്തെ കാരുണ്യത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണം. ഇതാണ് ഇന്നത്തെ കിട്ടിയ വചനം. അപ്പം ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.